ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ ഡോക്ടർ രേഷ്മ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ദി ബ്ലഷ് ടോക്ക്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളടുത്തൊരു ചെറിയൊരു ടിപ്പ് പറയാൻ വേണ്ടി വന്നത് വേറൊന്നുമല്ല, പൊള്ളലിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ കോമൺ മിസ്റ്റേക്സ് ആണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് കേട്ടോ. വേറൊന്നുമല്ല, നമ്മുടെ കയ്യിലൊരു ചെറിയൊരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാർ ഫസ്റ്റ് എന്താ ചെയ്യുക, മോനെ പോയിട്ട് പേസ്റ്റ് എടുത്ത് തൂക്ക്, പെട്ടെന്ന് തണുക്കുമെന്ന് പറയും അല്ലേ. എല്ലാവരും ചെയ്യും. എൻ്റെ അമ്മ അങ്ങനെ തന്നെ പറയില്ല, എല്ലാവരുടെ അമ്മമാർ അങ്ങനെയാണ് പറയാം. ഞാൻ ഡോക്ടറായിട്ട് പറയുന്നില്ല, എല്ലാവരും സെയിം തന്നെ പറയുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പോയി പേസ്റ്റ് തേക്കും. പക്ഷെ ആ പേസ്റ്റ് തേക്കുന്നതുകൊണ്ട് ഇൻസ്റ്റൻറ്റ് റിലീഫ് കിട്ടും. പക്ഷെ എന്തുണ്ടാവുക, അങ്ങനെ തേക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ ടിഷ്യൂ ഡാമേജ് ആണ് ഉണ്ടാവുന്നത്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയട്ടെ. കാരണം ബേൺ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്, തീയുടെ ആയിട്ടുള്ള എക്സ്പോഷർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ബേൺ ആവുന്നത്. അപ്പം നമുക്ക് ബേൺ ആയി കഴിയുമ്പോഴത്തേക്കും ഫുള്ള് ഹീറ്റായിരിക്കും, നമ്മുടെ ടിഷ്യൂലൊക്കെ ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പേസ്റ്റ് തേച്ച് കഴിയുമ്പോഴത്തേക്കും മെളിയിൽ നിന്ന് തന്നെ കൂൾ ഡൗൺ ചെയ്യുകയാണ്. അടിയിൽ എന്താണ്, ടിഷ്യൂസിലൊക്കെ ആ ഒരു ഹീറ്റ് അപ്പം തന്നെ ട്രാപ്പ് ആയിട്ടുണ്ടാവും. അപ്പോൾ കൂടുതൽ ടിഷ്യൂ ഡാമേജ് ആണ് അത് ഉണ്ടാക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ പേസ്റ്റ് തേക്കുന്നതിന് പകരം ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. വേറെ ഒന്നുമല്ല, നല്ല റണ്ണിങ് കൂൾ വാട്ടറിൽ നമ്മൾ കൈയാണ് എവിടെയാണ് പൊള്ളിയിട്ടുള്ളത് നന്നായിട്ട് വെള്ളം കോരി ഒഴിക്കുക. അപ്പോൾ ഈ ഒരു 20 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ നമ്മൾ കൂൾ ഡൗൺ ചെയ്യുക നമ്മുടെ ബേൺ ആയ ഭാഗം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടിഷ്യൂ ഡാമേജ് ഉണ്ടാവില്ല. നമ്മുടെ സ്കിന്നിൽ സ്കാറിങ് വളരെ മിനിമലും ആയിരിക്കും, സ്കാറിങ്ങും ഉണ്ടാവില്ല. നമ്മൾ പേസ്റ്റ് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ പറയാം, പേസ്റ്റ് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇൻസ്റ്റൻറ്റ് കൂളിംഗ് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ നിങ്ങൾക്ക് ഒരു സ്കാറിങ് വരും. ആ ഒരു ബേൺ ആയ പോർഷനിൽ നിങ്ങൾക്ക് സ്കാർ കാണാൻ പറ്റും. അതായത് മുറിവ് വന്നിട്ട് അവിടെ നിന്നൊരു പാട് പോലെ ഉണ്ടാവും. അപ്പോൾ ഈ വെള്ളം കൊണ്ട് ചെയ്യുമ്പോൾ എന്ത്, ഈ പാടുണ്ടാവില്ല, സ്കാറിങ് കുറവായിരിക്കും, ടിഷ്യൂ ഡാമേജും കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ മൈൻഡിൽ വയ്ക്കുക, പേസ്റ്റിലേക്ക് ഓടരുത്. ആദ്യം ഫസ്റ്റ് നിങ്ങൾ ഓടേണ്ടത് പൈപ്പുള്ളിടത്തേക്കാണ്. വെള്ളം വയ്ക്കുക, 20 മിനിറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് കൂൾ ഡൗൺ ചെയ്യുക. ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. അപ്പോൾ ഈ ഒരു ടിപ്പ് മറക്കരുത്, എല്ലാവരും ഇതിനെ ഫോളോ ചെയ്യുക. സോ ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ ടിൽ ദെൻ ബൈ ബൈ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.